BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. രാജ്യത്തിന്റെ തലസ്ഥാന നഗരി വികസനത്തിനൊരുങ്ങുന്നു. പാർക്കുകളും കടൽത്തീരങ്ങളും തുടങ്ങി നഗരവീഥികളുടെ ഓരങ്ങളെയും മനാമ മാർക്കറ്റിനെ അടക്കം വരുന്ന 2 വർഷത്തിനുള്ളിൽ പുതുമോടി ഒരുങ്ങുകയാണ് ഗവർണറേറ്റ്. ദശലക്ഷക്കണക്കിന് ദിനാറിന്റെ പദ്ധതിയായ മനാമ നഗര നവീകരണം കഴിഞ്ഞ ദിവസം മനാമ ക്യാപിറ്റൽ ട്രസ്റ്റീസ് അതോറിറ്റിയിൽ നടന്ന ക്യാപിറ്റൽ ട്രസ്റ്റീസ് ബോർഡ് യോഗത്തിൽ മുനിസിപ്പാലിറ്റീസ് അഫയേഴ്സ് ആൻഡ് കൃഷി മന്ത്രാലയ പ്രൊജക്ട് ഡയറക്ടർ മുഹമ്മദ് അലിയാണ് പ്രഖ്യാപിച്ചത്. അത്യാധുനിക സംവിധാനങ്ങളോടെ നവീകരണ പദ്ധതികൾ നടപ്പാക്കുന്നതോടെ മനാമ ഗവർണറേറ്റ് പുതുമയോടെ തിളങ്ങും. മികച്ച സൗകര്യങ്ങളോടെ തലസ്ഥാന പ്രദേശത്തെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നതാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്നും ഇത് സന്ദർശകർക്കും പ്രദേശവാസികൾക്കും ഒരുപോലെ ആസ്വാദ്യകരമാകുമെന്ന് മുഹമ്മദ് അലി പറഞ്ഞു. രാജ്യത്തിന്റെ 2030 വികസന കാഴ്ചപ്പാടിന് അനുസൃതമായി നടപ്പാക്കുന്ന നഗര നവീകരണത്തിന്റെ ഭാഗമായാണ് മനാമയും വികസിപ്പിക്കാനൊരുങ്ങുന്നത്. വിശാലമായ നടപ്പാതകൾ, കായിക വിനോദങ്ങൾക്കായുള്ള സ്ഥലങ്ങൾ, വിശാലമായ പാർക്കുകൾ എന്നീ സൗകര്യങ്ങളാണ് കൂടുതലായും ഒരുക്കുന്നത്. കിങ് ഫൈസൽ കോർണിഷ് അദലിയ ബ്ലോക്ക് 338 ഗ്രീനിംഗ് പ്രൊജക്ട്, സിഞ്ചിലെ പ്രകൃതി സൗഹൃദ നടപ്പാത, സൽമാബാദിലെ ഷൈഖ് ഈസ ബിൻ സൽമാൻ ഇൻസെക്ഷൻ സൗന്ദര്യവൽക്കരണം, ബഹ്റൈൻ ബേ പാലം നവീകരണം, പഴയ മനാമ സൂക്ക്, സിത്ര സെൻട്രൽ മാർക്കറ്റ്, ടുബ്ലി നടപ്പാത, സിത്ര ഹൗസിംഗ് ടൗൺ, ഓൾഡ് മനാമ തുടങ്ങിയ ഇടങ്ങളാണ് നവീകരിക്കുന്നത്. പാലത്തിന്റെ പ്രവൃത്തികൾ ഇതിനകം ആരംഭിച്ചിട്ടുണ്ട്. മറ്റ് ചിലത് സാമ്പത്തിക അംഗീകാരങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ. ബഹ്റൈനും UAEയും തമ്മിലുള്ള വർഷങ്ങളായുള്ള ഉഭയകക്ഷി ബന്ധം ദൃഢപ്പെടുത്തുന്നതായിരുന്നു ഇരുവരുടെയും കൂടിക്കാഴ്ച. അബുദാബിയിൽ നടന്ന ചടങ്ങിൽ UAEക്കും അവിടുത്തെ പൊതുജനങ്ങൾക്കും ഐശ്വര്യപൂർണ്ണമായ ജീവിതം ആശംസിച്ച കിരീടാവകാശി ഹമദ് രാജാവിന്റെ ആശംസയും UAE പ്രസിഡന്റിന് കൈമാറി. ഇരു രാജ്യങ്ങളുടെയും ബന്ധം ശക്തിപ്പെടുന്നതിലൂടെ പരിശ്രമങ്ങളെ എടുത്തു പറഞ്ഞ ഷെയ്ഖ് മുഹമ്മദ് കിരീടാവകാശിയെ UAEയിലേക്ക് സ്വാഗതം ചെയ്തു. പരസ്പരം റമദാൻ ആശംസകൾ കൈമാറിയ ഇരുവരും മേഖലയിലെയും അന്താരാഷ്ട്ര തലത്തിലെയും സംഭവ വികാസങ്ങളിലെ അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തു. ആഗോളതലത്തിൽ സമാധാനവും സ്ഥിരതയും കൈവരിക്കാൻ ആവശ്യമായ ഇരു രാജ്യങ്ങളുടെയും ഇടപെടലുകളെയും ചർച്ച ചെയ്തു. കിരീടാവകാശിക്കും പ്രതിനിധി സംഘത്തിനും UAE പ്രസിഡന്റ് ഇഫ്താർ വിരുന്നൊരുക്കിയിരുന്നു. ധനകാര്യമന്ത്രി ഷെയ്ഖ് സൽമാൻ ബിൻ ഖലീഫ അൽ ഖലീഫ, ക്യാബിനറ്റ് കാര്യമന്ത്രി ഹമദ് അൽ മാൽക്കി, മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ UAE യാത്രാവേളയിൽ അനുഗമിച്ചിരുന്നു. അനധികൃതമായി പ്രവർത്തിച്ച ടൈലർ ഷോപ്പുകൾ അടച്ചുപൂട്ടിയതായി വ്യവസായ വാണിജ്യ മന്ത്രാലയം. രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ നിയമലംഘനം കണ്ടെത്തിയതിനെ തുടർന്നാണ് അടച്ചുപൂട്ടാൻ നിർദ്ദേശമിട്ടത്. നിയമവിരുദ്ധമായാണ് സ്ഥാപനം പ്രവർത്തിച്ചതെന്നും അന്വേഷണ ചുമതല വഹിച്ച മന്ത്രാലയത്തിന്റെ പരിശോധനാ ഡയറക്ടറേറ്റും അറിയിച്ചു. ശരിയായ ലൈസൻസോ പേരുവിവരങ്ങളോ വാണിജ്യ രജിസ്ട്രേഷനോ ഉണ്ടായിരുന്നില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. സംഭവത്തെക്കുറിച്ച് തുടരന്വേഷണം ആരംഭിച്ചതായും നിയമലംഘകർക്കെതിരെ നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്നും രാജ്യത്തെ എല്ലാ ബിസിനസ്സുകളും വാണിജ്യ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നതിനായി ശരിയായ ലൈസൻസും അംഗീകാരങ്ങളും ഉണ്ടെന്ന് ഉറപ്പാക്കാൻ ഓരോരുത്തരും ബാധ്യസ്ഥരാണെന്നും മന്ത്രാലയം അറിയിച്ചു. ബഹ്റൈന്റെ അഭിമാന സ്തംഭമായി നിലനിൽക്കുന്ന ബഹ്റൈൻ ഗ്രാൻഡ് മോസ്കോ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവും മുൻ ആഭ്യന്തരമന്ത്രിയുമായ രമേശ് ചെന്നിത്തല സന്ദർശിച്ചു. ഗ്രാൻഡ് മോസ്കിന്റെ പ്രത്യേകതകളും പണികളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വസ്തുക്കളും പള്ളികളിലെ ശബ്ദ ക്രമീകരണം, വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളടക്കം ഉദ്യോഗസ്ഥർ രമേശ് ചെന്നിത്തലയ്ക്ക് വിശദീകരിച്ചു കൊടുത്തു. ബഹ്റൈൻ കേരളീയ സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള, OICC മിഡിൽ ഈസ്റ്റ് ജനറൽ കൺവീനർ രാജു കലുമ്പുറം, ഗ്ലോബൽ കമ്മിറ്റി അംഗം ബിനു കുന്നദാനം, ആക്ടിംഗ് പ്രസിഡന്റ് ബോബി പറയൽ, ജനറൽ സെക്രട്ടറിമാരായ മനു മാത്യു, ഇബ്രാഹിം മദ്ഹം, OICC നേതാക്കളായ മോഹൻകുമാർ നൂറനാട്, റംഷാദ് ഐലക്കാട്, സൽമാനൂർ ഫാരിസ്, ബൈജു ചെന്നിത്തല, പ്രദീപ് മൂടാടി, ബിബിൻ മാടത്തത്ത് എന്നിവർ രമേശ് ചെന്നിത്തലയോടൊപ്പം ഉണ്ടായിരുന്നു. കൊല്ലം മതിലിൽ കടവൂർ ജിജി ഭവനിൽ ജിജി ജോസഫ് ബഹ്റൈനിൽ നിര്യാതനായി. സൽമാനിയ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു പിതാവ് ജോസഫ്. മാതാവ് ഫിലോമിന ജോസഫ് കൊല്ലം DCC അംഗമാണ്. ബഹ്റൈനിൽ ബിസിനസ് നടത്തിക്കൊണ്ടിരുന്ന ജിജിക്ക് ഭാര്യയും 2 മക്കളുമുണ്ട്. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ നടക്കുന്നതായും ബന്ധപ്പെട്ടവർ അറിയിച്ചു.
3 പതിറ്റാണ്ടുകളായി ബഹ്റൈനിൽ പ്രവർത്തിക്കുന്ന തലശ്ശേരിക്കാരുടെ കൂട്ടായ്മയായ തലശ്ശേരി മുസ്ലിം വെൽഫെയർ അസോസിയേഷൻ മാർച്ച് 21 വെള്ളിയാഴ്ച മനാമ KMCC ഹാളിൽ വെച്ച് നടത്തുന്ന വിപുലമായ ഇഫ്താർ സംഗമത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി സ്വാഗത സംഘം രൂപവൽക്കരിച്ചു. നിസാർ ഉസ്മാൻ ജനറൽ കൺവീനറായും CK ഹാരിസ്, ഇർഷാദ് ബംഗ്ലാവിൽ എന്നിവർ കൺവീനർമാരായും തെരഞ്ഞെടുക്കപ്പെട്ടു. കമ്മിറ്റിയിലെ മറ്റ് മെമ്പർമാർ VP അബ്ദുറസാഖ്, അബ്ദുറഹ്മാൻ പാലിക്കണ്ടി, ഹാഷിം പുല്ലമ്പി, റഷീദ് മാഹി, TK അഷ്റഫ്, ഹസീബ് അബ്ദുറഹ്മാൻ, ഹിഷാം ഹാഷ്മി, മുനാസിം മുസ്തഫ. മാർച്ച് 21 വെള്ളിയാഴ്ച നടക്കുന്ന നോമ്പ് തുറയിലേക്ക് എല്ലാ തലശ്ശേരി നിവാസികളെയും സ്വാഗതം ചെയ്യുന്നതായും ഭാരവാഹികൾ അറിയിച്ചു. ഇടുക്കി മാങ്കുളത്ത് പുഴയോരത്തെ ഏറുമാടത്തിൽ അർദ്ധപട്ടിണിയിൽ കണ്ടെത്തിയ ആദിവാസി കുട്ടികളെ ജില്ലാ ശിശു സംരക്ഷണ സമിതി ഏറ്റെടുത്തു. കുട്ടികളെ ചെങ്കുളം സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി. അടിമാലി പഞ്ചായത്തിലെ 1-ാം വാർഡിൽ താമസിച്ചിരുന്ന ഇവർ ഏതാനും മാസം മുൻപാണ് പിതാവിനൊപ്പം മാങ്കുളം പഞ്ചായത്തിലെ വലിയപ്പാറ കുട്ടിയിൽ പുഴയോരത്ത് ഏറുമാടം കെട്ടി താമസം ആരംഭിച്ചത്. 11 വയസ്സുള്ള പെൺകുട്ടിയും 7, 5 വയസ്സ് വീതം പ്രായമുള്ള 2 ആൺകുട്ടികളെയുമാണ് മാങ്കുളം PHSക്ക് കീഴിലെ ആരോഗ്യ പ്രവർത്തകർ കണ്ടെത്തിയത്. കുടിയിൽ വാടക കൊടുത്ത് താമസിക്കാൻ പറ്റാത്തതിനാലാണ് ഏറുമാടത്തിലേക്ക് മാറിയതെന്നാണ് കുട്ടികളുടെ പിതാവ് പറഞ്ഞതായി പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത അനന്തൻ അറിയിച്ചു. സുൽത്താൻ ബത്തേരി നഗരത്തിലെ കോളേജ് പരിസരത്ത് വിദ്യാർത്ഥികളിൽ നിന്ന് ഓൺലൈനിലൂടെ വാങ്ങിയ കഞ്ചാവ് അടങ്ങിയ മിഠായി പിടികൂടി. വിദ്യാർത്ഥിക്കെതിരെ NDPS ആക്ട് പ്രകാരം കേസെടുത്തു. വിദ്യാർത്ഥികൾ കൂടി നിൽക്കുന്നത് കണ്ട് സംശയം തോന്നിയ പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് മിഠായി ശ്രദ്ധയിൽപ്പെട്ടത്. ഒരു വിദ്യാർത്ഥിയിൽ നിന്ന് മറ്റുള്ളവർ പണം കൊടുത്ത് മിഠായി വാങ്ങിക്കുകയായിരുന്നു. ഓൺലൈനിൽ നിന്നാണ് കഞ്ചാവ് മിഠായി വാങ്ങിയതെന്നാണ് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ വിദ്യാർത്ഥി സമ്മതിച്ചത്. ഓൺലൈൻ ട്രേഡിംഗ് ആപ്പിലൂടെ കഴിഞ്ഞ 3 മാസമായി മിഠായി വാങ്ങി മറ്റു വിദ്യാർത്ഥികൾക്കിടയിൽ വിൽപ്പന നടത്തുന്നുണ്ടെന്നും പോലീസ് കണ്ടെത്തി. 30 രൂപ തോതിലായിരുന്നു വിൽപ്പന. അധ്യാപകരുടെ പ്രവൃത്തി ദോഷം ചൂണ്ടിക്കാട്ടി ലഭിക്കുന്ന പരാതികളിൽ കേസെടുക്കും മുൻപ് പ്രാഥമിക അന്വേഷണം നടത്തണമെന്ന് ഹൈക്കോടതി. പരാതിയുടെ പേരിൽ ഉടൻ കേസെടുക്കരുത്. ഇതിൽ കഴമ്പുണ്ടോ എന്ന് ആദ്യം അറിയേണ്ടത്. വിദ്യാലയങ്ങളിലെ അച്ചടക്കം ഉറപ്പുവരുത്താൻ അധ്യാപകർ ചെറിയ ചൂരൽ കയ്യിൽ കരുതട്ടെയെന്നും ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കി. 6-ാം ക്ലാസ്സുകാരനെ ചൂരൽ കൊണ്ടടിച്ചെന്ന പരാതിയിൽ വിഴിഞ്ഞം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അധ്യാപകന് മുൻകൂർ ജാമ്യം അനുവദിച്ച ഉത്തരവിലാണ് കോടതിയുടെ നിരീക്ഷണം. ഭാവി തലമുറയെ വാർത്തെടുക്കുന്നവരാണ് അധ്യാപകർ. കുട്ടികളുടെ മനസ്സും ഹൃദയവും ഒക്കെ രൂപപ്പെടുത്തുന്നവർ യഥാർത്ഥത്തിൽ പുതുതലമുറയുടെ ശില്പികളാണ്. അവർ കാണാൻ പഠിപ്പിച്ച സ്വപ്നങ്ങളാണ് പിന്നീട് ലോകത്തെ രൂപപ്പെടുന്നത്. കുട്ടികളുടെ നല്ല ഭാവിക്കായി ചെറു ശിക്ഷ നൽകിയാൽ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യുമെന്ന ഭയത്തോടെയല്ല അധ്യാപകർ ജോലി ചെയ്യേണ്ടത്. ഡെമോക്ലീസിന്റെ വാളുപോലെ അത്തരമൊരു ഭീതി അധ്യാപകരുടെ മേൽ ഉണ്ടാകരുത്. ഇക്കാര്യത്തിൽ അധ്യാപകർക്ക് സ്വാതന്ത്ര്യം വേണം. അതിന് സഹായകരമായ അന്തരീക്ഷം സ്കൂളിലും സൃഷ്ടിക്കണം. അധ്യാപകർ ചൂരിൽ പ്രയോഗിക്കാതെ വെറുതെ കയ്യിൽ കരുതുന്നത് പോലും കുട്ടികളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. യുവതലമുറയുടെ പെരുമാറ്റം ആശങ്കയുണ്ടാക്കുന്നതാണ്. ചിലരെങ്കിലും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാണ്. പണ്ട് സ്കൂളിൽ അച്ചടക്കമുണ്ടാക്കാൻ അധ്യാപകരുടെ നിഴൽ മതിയായിരുന്നു എന്നും ഹൈക്കോടതി പറഞ്ഞു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് IMAC കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.